നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചധികം പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് ചാനൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൊടുത്ത് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഡിസംബർ 31 വരാൻ പോകുന്ന PSC വിജ്ഞാപനത്തില് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഹൈസ്കൂൾ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ WCPO, IRBയിലെ പോലീസ് അവസരങ്ങളുമായി മെഗാ വിജ്ഞാപനം എന്ന് പറഞ്ഞിട്ട് 109 തസ്തികയിലേക്കാണ് വിജ്ഞാപനം ഡിസംബർ 31 വരാൻ പോകുന്നതെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. WCPO വന്നു, WCPO ഡിസംബർ 31 വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഡിസംബർ കഴിഞ്ഞ് ഇനി നമ്മുടെ ജനുവരി അവസാനത്തോടു കൂടി എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനോടുകൂടി നമ്മുടെ CPOയുടെ നോട്ടിഫിക്കേഷനും തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ഉണ്ടാവും കേട്ടോ. സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷനും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മുടെ PSCയുടെ കഴിഞ്ഞ തിങ്കളാഴ്ച വന്നിട്ടുണ്ടായിരുന്ന യോഗ തീരുമാനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന്റെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലേക്കുള്ള 31 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നു ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ WCPO CPO നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നമ്മുടെ IRBയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അല്ലെ, IRB റെഗുലർ വിങ്ങിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന CPO, WCPO, അതുപോലെ തന്നെ IRBയുടെ ഒക്കെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. CPO അല്ലെങ്കിൽ WCPO എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ 2025 നടക്കാൻ പോകുന്ന പോലീസ്, അതുപോലെ തന്നെ എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ പരീക്ഷകളിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ബാച്ച് അവൈലബിൾ ആണ്. ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 999 രൂപ പേയ്മെന്റ് ആണ്. അപ്പോൾ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ തന്നെയാണ്. അതിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് സെക്രട്ടേറിയറ്റ് PSC തുടങ്ങിയവയിലേക്കുള്ള അസിസ്റ്റന്റ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള HST മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ അസിസ്റ്റന്റിന്റെ നിലവിൽ നമ്മുടെ സോഷ്യൽ സയൻസ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും ഡിസംബർ 31 വരെയാണ്. അപ്പോൾ സോഷ്യൽ സയൻസ് വരും കേട്ടോ, അതും ജനുവരി അടുപ്പിച്ച് തന്നെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് ജനറൽ സംസ്ഥാന തലത്തിനകത്ത് വരാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതാണ് ഇവിടെ നോക്കുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. ജനറൽ സംസ്ഥാന തലത്തിനകത്ത് വരാനായിട്ട് പോകുന്നത് സെക്രട്ടേറിയറ്റ് PSC അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, വിജിലൻസ് ട്രൈബ്യൂണൽ തുടങ്ങിയവയിലേക്കുള്ള അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള നമ്മുടെ ഗവൺമെന്റ് ലോ കോളേജിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള ഗ്രൂപ്പ് പ്ലാനിങ്ങിൽ, അങ്ങനെയുള്ള ഒരുപാട് തസ്തികകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡിസംബർ 31 നോട്ടിഫിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. ഇതിൽ തന്നെ നമ്മുടെ ജനറൽ സംസ്ഥാന തലത്തിനകത്ത് എവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, നമ്മുടെ പോലീസ് വകുപ്പിലേക്കുള്ള വനിതാ സിവിൽ പോലീസ് ഓഫീസർ കണ്ടല്ലോ, പോലീസ് വകുപ്പിലേക്കുള്ള വനിതാ സിവിൽ പോലീസ് ഓഫീസർ. അതുപോലെ തന്നെ നിലവിൽ വരാനായിട്ട് പോകുന്നത് നമ്മുടെ പോലീസിലേക്കുള്ള ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ റെഗുലർ വിങ്ങിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന പോലീസിലേക്കുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന IRB അതുപോലെ തന്നെ പോലീസിലേക്കൊക്കെയുള്ള ക്ലാസ്സുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നിലവിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. IRBക്കും അതുപോലെ തന്നെ നമ്മുടെ IRBക്ക് കൂടി ഉള്ളതാണ്. IRBക്കും അതുപോലെ തന്നെ CPO, WCPOക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്കറിയാം, ഇതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് കറണ്ട് അഫയേഴ്സ്, പിന്നെ അതിന്റെ മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും നോട്ട്സും മോക്ക് ടെസ്റ്റ് സീരീസും എല്ലാം കൂടെ വരുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ എന്തായാലും 600 രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്ത്, അത് നമ്മുടെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ വാട്സപ്പ് നമ്പറും പേയ്മെന്റ് നമ്പറുമാണ്. അപ്പോൾ ആ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അതേ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഇപ്പോൾ പുതിയ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും പോലീസിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ പോലീസ് വരും എന്നുള്ളതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എല്ലാം കൂടി 109 തസ്തികയിലേക്കുള്ള വിജ്ഞാപനങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് തസ്തിക എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ നഴ്സുമാർക്ക് യൂറോപ്പിൽ വൻ അവസരം എന്നൊക്കെ പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത് വരുന്നത് KSEBയിലേക്ക് 439 ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആകെ 745 ഒഴിവുകൾ എവിടെ വരെയാണ്,
KSEB വിജ്ഞാപനങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരാതി പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം 745 തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വരുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടറിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റിൽ 1897 പേര് നിയമനം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നിയമന ശുപാർശ തുടങ്ങിയത് 4 ജില്ലയിലേക്കാണ് എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 2025 PSC കലണ്ടർ ഉടനെ വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഏപ്രിലിൽ തുടങ്ങാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ ഏപ്രിലായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ മാർച്ച് 11 PSC പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ട് ജനുവരി 9 വരെ കൺഫർമേഷൻ നൽകാം അല്ലെ. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് 2025 മാർച്ച് പരീക്ഷാ കലണ്ടർ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. NCA സൈനികക്ഷേമ വകുപ്പിലേക്കുള്ള ക്ലർക്ക്, അതുപോലെ തന്നെ വിവിധ വകുപ്പിലേക്കുള്ള സർജന്റ്, വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ മൈനിങ് ആൻഡ് ജിയോളജിക്കൽ അസിസ്റ്റന്റ്, അങ്ങനെയുള്ള ഒരുപാട് തസ്തികയിലേക്കാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ 2025 മാർച്ചിലേക്കുള്ള കലണ്ടർ വന്നിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന അപ്ഡേറ്റുകളും കലണ്ടറും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് നമ്മൾ ഇടുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം എടുത്ത ശേഷം അതിൽ ക്യാപിറ്റൽ ലെറ്ററിൽ KFPSC എന്നൊന്ന് സെർച്ച് ചെയ്യുക. നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ് KFPSC. അപ്പൊ ഇങ്ങനെ ടെലഗ്രാമിൽ ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ കാണാൻ കഴിയും. അതിലേക്ക് ജോയിൻ ചെയ്താൽ ഇതുപോലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും PDF-കളും ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫഷണൽ ഓഫീസറിലേക്ക് 26 നിയമനങ്ങൾ വന്നിട്ടുണ്ട്. CPO കാസർഗോഡിൽ 15 നിയമനങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മലബാർ ദേവസ്വം ക്ലർക്ക് സർട്ടിഫിക്കറ്റ് പരിശോധന ജനുവരി 1-നും 3-നുമായിട്ട് നടക്കുന്നതാണ്. അതുപോലെ തന്നെ ദേവസ്വം ഓവർസിയർ പരിശോധന സർട്ടിഫിക്കറ്റ് പരിശോധന ജനുവരി 6-നും 7-നും നടക്കുന്നുണ്ട്. LGS തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂരിലേക്കുള്ള 5 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. LDC തൃശ്ശൂരിലേക്ക് 16 നിയമനങ്ങൾ കൂടി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് നേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫയർമാൻ, ഫയർവുമൺ ഉൾപ്പെടെയുള്ള തസ്തികയിലേക്ക് 45 തസ്തികയിലേക്ക് വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നേരിട്ടുള്ള വിജ്ഞാപനവും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് തസ്തികകളിലേക്കാണ് ഇപ്പോൾ നിലവിൽ വിജ്ഞാപനം വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് 2, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ളതും, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ, വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, അങ്ങനെയുള്ള തസ്തികയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫയർഫോഴ്സിലേക്കുള്ള വിജ്ഞാപനങ്ങളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിൽ ഇപ്പോൾ നമ്മൾ ഫയർഫോഴ്സിന്റെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫയർമാൻ, ഫയർവുമന്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ ജോയിൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്തുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 300 രൂപയാണ്. ഇത് മന്ത്ലി പേയ്മെന്റ് അല്ല, ടോട്ടൽ പേയ്മെന്റ് ആണ്. ഇതിനകത്ത് പറയുന്ന ഒന്നും മന്ത്ലി പേയ്മെന്റ് അല്ല, ടോട്ടൽ പേയ്മെന്റ് ആണ്. അപ്പോൾ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഫയർമാൻ അല്ലെങ്കിൽ ഫയർഫോഴ്സിലേക്കുള്ള ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കുള്ള ബാച്ചുകൾ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഫയർഫോഴ്സ് ഡ്രൈവറിന്റെ ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പോലീസ് ഡ്രൈവർ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടാകും, നിങ്ങൾക്ക് അറിയാം. CPO, WCPO ഡ്രൈവർ ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി അടുത്ത് നോക്കാനുള്ള വിജ്ഞാപനം എന്ന് പറയുന്നത് ഇതെല്ലാം അതിന്റെ വിജ്ഞാപനത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ വിജ്ഞാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയാതെ വിട്ടു പോകുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി നമ്പർ കാണാൻ കഴിയും. നമ്മുടെ വനിത അല്ലെങ്കിൽ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 477/2024 ആണ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ വരുന്ന ഏതാണ്, പിന്നെ നമ്മുടെ 6XR വരുന്നുണ്ട്, അതുപോലെ തന്നെ ആയ വരുന്നുണ്ട്, ഹൈസ്കൂൾ ടീച്ചർ ഉറുദു വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ അന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കേസാണ്, അതുകൊണ്ടാണ് അത് വിട്ടുപോകുന്നത്. ഓക്കെ, അടുത്തിട്ട് നമുക്ക് നോക്കാനുള്ള, നമുക്കറിയാം നമ്മുടെ LP-UPയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പൊ LP-UPയിലേക്കുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള നിയമനം ആരംഭിച്ചിട്ടുണ്ട്. അഭിമുഖത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും ഇന്റർവ്യൂസ് വരാനായിട്ടുള്ള സാധ്യത. അപ്പൊ LP-UP സ്കൂൾ ടീച്ചർമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഓരോ ജില്ലയിലെയും മുഖ്യപട്ടികയിലെയും അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റും ആകെ ടോട്ടൽ ലിസ്റ്റും കട്ട് ഓഫ് മാർക്കും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LPയും കൊടുത്തിട്ടുണ്ട്, UPയും കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും നിങ്ങൾക്ക് അത് ഭാവിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്ക് 14,000 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഏകദേശം 428 ഒഴിവുണ്ട്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇതിലോട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സമഗ്ര ശിക്ഷ കേരളയിലേക്ക് 558 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഒരുപാട് സ്ത്രീയിലേക്ക് നിലവിൽ ഇപ്പോൾ അതിനകത്ത് ഒഴിവുകൾ വന്നിട്ടുണ്ട്, നിങ്ങളെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ബിരുദവും ഡിപ്ലോമയും അതുപോലെ തന്നെ IT-യും അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീയിലേക്കുള്ള എന്താണ് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ള ജോലികളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അത് എന്ത് ചെയ്യുക, ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഓൾറെഡി പറഞ്ഞതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം ഡിസംബർ 31 വരെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക.
അതുപോലെ നമ്മുടെ കേരള ബാങ്കിന്റെ പേരിൽ നിയമന തട്ടിപ്പുകൾ ഒരുപാട് പേരുകളിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിയമന തട്ടിപ്പുകൾ കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക. ആരെങ്കിലുമൊക്കെ ജോലി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് കാശൊക്കെ ചോദിച്ചാൽ കൊടുക്കുന്നതിന് മുന്നേ ഒരു 10 പ്രാവശ്യം ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ വെറുതെ ഈ പറയുന്ന തട്ടിപ്പിൽ നിന്ന് ചെന്ന് ചാടി കാശ് കളയരുത്. അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ അഷുറൻസിലേക്ക് 500 അസിസ്റ്റന്റുമാരുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഏകദേശം 40 ഒഴിവുകൾ വന്നിട്ടുണ്ട്. യോഗ്യത എന്ന് പറയുന്ന ഭേദമാണ്. പ്രിലിമിനറി പരീക്ഷ 27-ാം തീയതിയാണ് നടത്താനായിട്ട് പോവുക. അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സബ് ഇൻസ്പെക്ടറിന്റെ നിയമനം അതല്ലെങ്കിൽ അതിന്റെ എന്തെല്ലാമാണ് അതിന്റെ ക്വാളിഫിക്കേഷൻസ്, കടമ്പകൾ എന്നുള്ള കാര്യം ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പുതുതായിട്ട് SI പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സബ് ഇൻസ്പെക്ടർ തസ്തികയുടെ വിജ്ഞാപനം ഡിസംബർ അവസാനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തസ്തികയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്തെല്ലാമാണ്, വനിതകൾക്കും ഇതേ വിജ്ഞാപന പ്രകാരം അപേക്ഷകൾ നൽകാമോ, ശാരീരിക യോഗ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെന്നുള്ള കാര്യം അറിയാം. ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. മിനിസ്റ്റീരിയൽ അതുപോലെ തന്നെ കോൺസ്റ്റാബുലറി വിഭാഗക്കാർക്ക് 36 വയസ്സ് തികയാൻ പാടില്ല. ശാരീരിക ക്ഷമത ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാരുടെ ശാരീരിക ക്ഷമതയും കൂടെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സ്ത്രീകൾക്കും വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫിസിക്കൽ ഉണ്ട് കേട്ടോ. ഫിസിക്കൽ എന്ന് പറയുമ്പോഴും അതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായിട്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു മെയിൻസ് പരീക്ഷ, ഇത് മെയിൻസ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഇന്റർവ്യൂ പരീക്ഷ തീർച്ചയായിട്ടും സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രിലിംസ് പരീക്ഷ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു പ്രിലിംസ് പരീക്ഷ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്കൊരു മെയിൻസ് പരീക്ഷ ഉണ്ടാവും. മെയിൻസിന് ശേഷം നിങ്ങൾക്കൊരു ഫിസിക്കൽ ഉണ്ടാവും കേട്ടോ. ഫിസിക്കൽ ഉണ്ടാവും. ഈ ഫിസിക്കലിന് ശേഷം ഒരു മെഡിക്കൽ ഉണ്ടാവും. മെഡിക്കലിന് ശേഷം നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ ഇത്രയും കടമ്പകളിലൂടെ നിങ്ങൾ കടന്നാലേ നിങ്ങൾ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ LP സ്കൂൾ ടീച്ചർ കാസർഗോഡ്, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിലവിൽ നമ്മുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ലൈൻമാൻ ആലപ്പുഴ, സയന്റിഫിക് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് തസ്തികകളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് നേഴ്സിന്റെ നിയമന ശുപാർശ 1000 കടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. PSC ഇൻഷോർട്ട് എന്ന് പറഞ്ഞിട്ട് PSCയുടെ 3 തസ്തികയിലേക്കുള്ള സാധാരണ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ സോയിൽ സർവേ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കയർ കോർപ്പറേഷൻ ഫെഡറേഷൻ, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നു. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ PSC അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് PSCയുടെ LDC ആലപ്പുഴ, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, CPO തിരുവനന്തപുരം, BFA ആലപ്പുഴ, UPSC കണ്ണൂരിന്റെയൊക്കെ അഡ്വൈസ് അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നിലവിൽ വരാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ PSC ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകളും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചുകൾ എന്ന് പറയുന്നത് CPO ഡ്രൈവർ വരുന്നുണ്ട്, ഫയർഫോഴ്സ് ഡ്രൈവർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ബാച്ച് നമ്മുടെ ഫോഴ്സ് എക്സാംസിന്റെ ബാച്ചുകളെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു ബാച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. CPOയുടെ ഉണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഉണ്ട്, എക്സൈസിന്റെ ഉണ്ട്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും വേഗം തന്നെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക. ഏത് ബാച്ചാണ് വേണ്ടതെന്നുള്ള കാര്യം ഒരു മെസ്സേജ് അയക്കുക. ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.